നമസ്കാരം. കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. സമാനതകളില്ലാത്ത ദുരന്തം തന്നെയായിരുന്നു. ഏതാണ്ട് 400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അനൗദ്യോഗികമായി കിട്ടുന്ന കണക്കുകൾ. എന്നാൽ മരണം ഒരുപക്ഷെ 1000-നും 2000-നും ഇടയിൽ ഉണ്ടായേക്കാം എന്ന് തന്നെയുള്ള നിഗമനങ്ങൾ വരുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും മിക്കവാറും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം തന്നെയാണ്. എന്നാൽ അതിലുപരി ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ദുരിതാശ്വാസം എത്തിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു. ഒരുപക്ഷെ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ വിവാദങ്ങളെക്കാൾ അധികം ഇത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമകാലീന കേരള സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്ന് ആരും എവിടെയും പറയുന്നത് കേട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, വകമാറ്റി ചിലവഴിക്കപ്പെടുന്നുണ്ടോ? മുൻകാല അനുഭവങ്ങൾ വച്ചു നോക്കുമ്പോൾ, അതായത് പ്രളയക്കെടുതി കാലത്ത് പ്രളയ ദുരിതാശ്വാസമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം അത്രയും കോടിക്കണക്കിന് രൂപ വകമാറ്റി ചിലവഴിച്ചതായ ചില പ്രസ്താവനകൾ ഉണ്ടാവുകയും ചില പരാമർശങ്ങൾ ഉണ്ടാകുകയും അതേ തുടർന്ന് ലോകായുക്തയിൽ കേസ് നിലനിൽക്കുകയും ചെയ്യുകയും ഉണ്ടായ സാഹചര്യം. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട് എന്നുള്ളത് സവിശേഷമായ മറ്റൊരു വസ്തുത. ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അത് ഓഡിറ്റബിൾ ആണോ, കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, വകമാറ്റി ചിലവഴിക്കുമോ? മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പലരും ഇത്തരം കാര്യങ്ങൾ സംശയരൂപേണ ചോദിക്കുകയുണ്ടായി. പലരും അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയുമുണ്ടായി. എന്നാൽ ഇതിൽ അസഹിഷ്ണുത പൂണ്ട മുഖ്യമന്ത്രി സൈബർ പട്രോളിംഗ് വിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ഉയർത്തിയ ആളുകളെ, അവർക്കെതിരെ സമൂഹ മധ്യത്തിൽ കലാപം സൃഷ്ടിക്കുവാൻ ഉതകുന്ന തരത്തിൽ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ള കാരണം ആരോപിച്ച് കേസെടുക്കുകയും പലരെയും താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് വരെ 350-ൽ പരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിന് ബ്ലോഗറായ അഖിൽ മാരാർക്കുമെതിരെയെല്ലാം ഇത്തരം കേസുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ എന്താണ് ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആളുകൾ സംശയരൂപേണ ചില ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്ര കണ്ട് സർക്കാർ സംവിധാനങ്ങളും അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തന്നെ ഒരവസരത്തിൽ പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലാതെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ മറ്റൊരു പിരിവും പാടില്ല എന്ന്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോടും തിരുവനന്തപുരം വട്ടിയൂർക്കാവിലുമെല്ലാം കണ്ട ചില സംഭവങ്ങൾ ഇവിടെ പരാമർശിക്കാതെ വയ്യ. കോഴിക്കോട് ചില വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി വയനാട് ദുരിതത്തിന്റെ പേരിൽ പിരിവെടുത്തത് CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയിലെ ചില കുട്ടികളാണ്. അതായത് CPM-ന്റെ സമുന്നത നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പേരിൽ പുറമേ നിന്ന് ആരും ഒരു തരത്തിലും ധനസമാഹരണം നടത്താൻ പാടില്ല, പണം പിരിക്കാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി ആകാൻ പാടുള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് തന്നെയാണ് CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ഇപ്പോൾ കോഴിക്കോട് പിരിവിനിറങ്ങിയത്. കുട്ടികളാണ് അവർ, ഏത് തരത്തിലാണ് ആരുടെ പ്രേരണ കൊണ്ടാണ് അവിടെ അങ്ങനെ പിരിവുമായി ഇറങ്ങിയത് എന്നറിയില്ല. എന്തായാലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ കൃത്യമായ ട്രേഡ് മാർക്കായ ചുവന്ന ബക്കറ്റും പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ കടകൾ കയറിയിറങ്ങി നടന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഓഡിറ്റിംഗ് ഉണ്ടോ എന്ന് പറയുന്നത് പോലെ ഇവർ പിരിക്കുന്ന പണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തുന്നുണ്ടോ, ഇതിന് കൃത്യമായ കണക്കുകളുണ്ടോ, രസീതുണ്ടോ, ഓഡിറ്റിംഗ് ഉണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. ഇതിന് സമാനമായ രീതിയിൽ, അതായത് കോഴിക്കോട് CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI കുട്ടികൾ പിരിവ് നടത്തിയതുപോലെ, വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിവ് നടത്തിയതുപോലെ തന്നെയായിരുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പിരിവ്. അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തന്നെയായിരുന്നു. 3-4 പേർ ചുവന്ന കൊടിയെല്ലാം പിടിച്ചുകൊണ്ട്, CPM-ന്റെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് ചുവന്ന ബക്കറ്റുമായി തന്നെയാണ് പല കടകളും കയറിയിറങ്ങി നടന്നത്. ഇങ്ങനെ പിരിക്കുന്ന പണത്തിന് പാർട്ടിയുടെ അനുമതിയുണ്ടോ, സമ്മതമുണ്ടോ എന്നുള്ളതിലുപരിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, അതായത് പാർട്ടിയുടെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ നേരിട്ട് പറഞ്ഞു, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പേരിൽ പുറമേ നിന്ന് ആരും യാതൊരു തരത്തിലുള്ള സംഭാവനകളും പിരിക്കാൻ പാടില്ല, സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായ രീതിയിൽ ശാസനം ഉണ്ടായിട്ട് പോലും
എന്തുകൊണ്ടാണ് CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI-യും CPI-യുടെ മറ്റു നേതാക്കളുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് പൊതുജന മധ്യത്തിലേക്ക് ചുവന്ന ബക്കറ്റും ചുവന്ന കൊടിയുമായി ഇങ്ങനെ തെണ്ടാനിറങ്ങിയിരിക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാകുന്നില്ല. ഫലത്തിൽ ഇത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ആര് പറഞ്ഞാലും ഞങ്ങൾ പിരിവെടുക്കുക എന്നുള്ള ഞങ്ങളുടെ അവകാശം മാറ്റിവെക്കില്ല, അല്ലെങ്കിൽ ആ അവകാശത്തെ നിഷേധിക്കുവാൻ വേണ്ടി ഏത് നേതാവ് പ്രസ്താവന ഇറക്കിയാലും ഞങ്ങൾ അത് അനുസരിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു കോഴിക്കോട് ഉണ്ടായ SFI-ക്കാരുടെ പിരിവും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഉണ്ടായ CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ പിരിവും. എന്തു തന്നെയായാലും പിരിവിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾ പുറകോട്ട് പോകില്ല. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടിയാണോ, അല്ലാതെ ഇവർ കൂട്ടം ചേർന്ന് വയനാട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മൂലം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പിരിവാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെയാണ്, അത് കാറ്റിൽ തട്ടിയെറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM-ന്റെ വിദ്യാർത്ഥി യൂണിയനായ SFI-യും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ CPM-കാരും മുതിർന്ന നേതാക്കളും ഇങ്ങനെ പിരിവിനിറങ്ങിയത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖമടച്ച് കിട്ടിയ അടി തന്നെയാണിത്. അതായത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി യൂണിയൻ മുതൽ മുകളിലോട്ടുള്ള മുതിർന്ന നേതാക്കൾ വരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എങ്കിലും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ ദുരിതാശ്വാസ പിരിവുമായി ബക്കറ്റും എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വിചിത്രമായ കാഴ്ച തന്നെയാണ്. ഇതിന് മുഖ്യമന്ത്രിയും CPM-ഉം എന്ത് മറുപടി പറയുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.